എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ലേ, നമ്മൾ കൈ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പം നമ്മുടെ കൈ ചുളുങ്ങി ചുളുങ്ങി വന്നിട്ട് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അതേപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നമ്മൾ നഖങ്ങളിൽ നോക്കുമ്പോഴത്തേക്കും ഒരു വെള്ളപ്പാട് വരില്ല. അപ്പം നമ്മളോട് പറയുന്നത് എന്താണ്, പുതിയ ഡ്രസ്സൊക്കെ കിട്ടാൻ. ഇതിൻ്റെ എന്തുകൊണ്ടാണെന്നറിയോ? ഇതേപോലെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുമെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളുടെ നഖങ്ങളിൽ കാണുന്ന വെള്ള വെള്ള കുത്തുകൾ കണ്ടിട്ടില്ല? അതൊക്കെ കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ പറയും പുതിയ വസ്ത്രം കിട്ടാനാണ്, അല്ലെങ്കിൽ സന്തോഷ വാർത്ത കേൾക്കാനാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയോ? ഇത് നമ്മുടെ പ്രോട്ടീൻ അയൺ ഡെഫിഷ്യൻസി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്തെങ്കിലും രോഗത്തിന് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്, അത് അവഗണിക്കാതെ ഇരിക്കുക. പിന്നെ പറയുന്ന ഒരു കാര്യം, ഇടത് കൈ മാസ്റ്റർ ഹാൻഡ് ആയിട്ടുള്ളവരുടെ ആയുസ് സാധാരണ മനുഷ്യരിൽ നിന്ന് 9 മാസം കുറവാണെന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഇടത് കൈ ഉപയോഗിക്കുന്നവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, അതേപോലെ അവർക്ക് കൂടുതൽ പവേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഇടത് കൈ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, അവർ നമ്മൾ സാധാരണ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഈ വശമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. പക്ഷേ ഇടത് കൈക്കാരൊക്കെ ഉപയോഗിക്കുന്നത് അവരുടെ മാസ്റ്റർ ഹാൻഡ് ഇതായതുകൊണ്ട് ചിലപ്പോൾ അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത കാര്യം ഫിംഗർ പ്രിന്റിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റുകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ട്വിൻസ് ആയിട്ട് ജനിക്കുന്ന ഒരാൾക്ക് ആണെങ്കിൽ പോലും അവരുടെ ഫിംഗർ പ്രിന്റുകൾ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമ്മുടെ നാവിനും പ്രിന്റ് ഉണ്ട്. ആ നാവിൻ്റെ പ്രിന്റ് ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ ട്വിൻസിനാണെങ്കിൽ പോലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഭാവി കാലങ്ങളിൽ നാക്ക് വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫോണൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് നമ്മുടെ ബ്രെയിൻ. ഈ ബ്രെയിൻ ഒരു പകുതി മാറ്റി വെച്ചിട്ട് നമ്മൾ പകുതിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മൾക്ക് എപ്പിലെപ്സി ഒക്കെ ഉള്ള പേഷ്യൻസിന് ബ്രെയിനിൻ്റെ കുറച്ച് ഭാഗം മാറ്റിയൊക്കെ വെച്ചിട്ട് സർജറി ഒക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് പോലും അവർക്ക് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ സുഗമമായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിന് 40 വയസ്സ് വരെ ഇത് വളർന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ പിന്നെ നമ്മൾ സാധാരണയായി പറയുന്ന ഒരു കാര്യമാണ്, അവൾക്ക് ഇച്ചിരി നാക്കിന് നീളം കൂടുതലാണ്. പക്ഷേ അങ്ങനെയല്ല, പുരുഷന്മാരുടെ നാക്കിനാണ് നീളം കൂടുതൽ. സ്ത്രീകളുടെ നാക്കിന് 3.1 സെൻറ്റിമീറ്റർ ആണ്, പുരുഷന്മാരുടെ നാക്കിന് 3.3 സെൻറ്റിമീറ്റർ ആണ് നീളം. അപ്പോൾ പുരുഷന്മാരുടെ നാക്കല്ല ഏറ്റവും കൂടുതൽ നീണ്ടത്. പിന്നെ ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് നാക്കിൻ്റെ ഓരോ വശത്തും ഓരോ രുചി എന്നാണ്. അങ്ങനെയല്ല, എല്ലാ വശത്തും എല്ലാ രുചികളും ടേസ്റ്റ് ബഡ്സും ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ചുണ്ട് അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. ചുണ്ടിന് ഒരുപാട് മസിൽസ് ഒന്നും ഇല്ലാന്ന് പറയും, പക്ഷേ ചുണ്ടിന് നമുക്ക് 90 കിലോഗ്രാം ഭാരം വരെ തൂക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. മുടി ഡെയിലി വളർന്നുകൊണ്ടിരിക്കും. അത് ഒരു ദിവസം കൊണ്ട് ഇത്രയായിട്ട് വളരുമെന്ന് പറയുന്നതൊക്കെ ചുമ്മാതാണ്. നമ്മുടെ മുടി എന്ന് പറയുന്നത് 0.03% ഒരു ദിവസം വളരുന്നതേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഹോം റെമഡി ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നിങ്ങളുടെ മുട്ടറ്റം വരെ മുടി വളരാൻ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മുടി വളരുന്നത് ഓരോ ദിവസവും 0.03 സെൻറ്റിമീറ്റർ നീളത്തിലാണ് മുടി വളരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ വളരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞു ബേബിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ മുടിയൊക്കെ വളർന്ന് കുഞ്ഞു ബേബി ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് എത്രത്തോളം നമ്മൾ ഈ ഇടയ്ക്ക് പറയാറില്ലേ, ഭയങ്കരമായിട്ട് വേർത്തു എന്നൊക്കെ. നമ്മുടെ ഒരു ശരീരത്തിൽ 5 മില്യൺ വേർപ്പ് ഗ്രന്ഥികളാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വേർപ്പ് ഗ്രന്ഥി ഉള്ളത് നമ്മുടെ കാൽപാദത്തിലും അതിനുശേഷം കൈപ്പത്തിയിലും പിന്നെ നെറ്റിയിലുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വേർക്കുന്നത് നമ്മുടെ കാൽപാദവും പിന്നെ അതിനുശേഷം കൈയും നെറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം വേർത്ത് വരുന്നത്. പിന്നെ വേറൊരു കണക്കനുസരിച്ച് സ്ത്രീകൾക്ക് കാൽപ്പത്തിയിലെ വേർപ്പ് ഗ്രന്ഥികൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണ്. നമ്മുടെ സാധാരണഗതിയിൽ 1.25 ലാഖാണ് നമ്മുടെ കാൽപാദത്തിലുള്ള ഗ്രന്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്. നമ്മൾ കൊതുകൊക്കെ കടിക്കുമ്പോൾ പറയുമല്ലോ, എൻ്റെ മൊത്തം രക്തവും കൊതുക് കടിച്ചുകൊണ്ട് പോയെന്ന്. പക്ഷെ കൊതുക് കുടിക്കുന്ന രക്തത്തിൻ്റെ അളവെന്ന് പറയുന്നത് 0.01 മില്ലി രക്തമാണ് കൊതുക് കടിക്കുന്നത്. അപ്പം നമ്മൾ ഒരു 20 ലക്ഷം കൊതുക് ആക്രമിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് മരണം സംഭവിക്കുക. അത്രത്തോളം ബ്ലഡ് നമുക്ക് നഷ്ടപ്പെടുക.
അപ്പം ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അപകടമൊന്നും സംഭവിക്കും. നമ്മൾ ഒരു ആയുഷ്കാലം കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് എത്രയാണെന്നറിയോ? 30,000 കിലോഗ്രാം ഫുഡാണ് നമ്മളൊരു 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരാൾ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഫുഡിൻ്റെ അളവെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച ഉടനെ കരയുമ്പോഴൊന്നും അവർക്ക് കണ്ണുനീര് വരത്തില്ല. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കണ്ണുനീർ ഗ്രന്ഥികൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അത് ഒരു 3-4 മാസം എടുത്തിട്ടാണ് അത് വളർന്നു വരിക. അതിനുശേഷമാണ് അവർക്ക് കണ്ണുനീരുണ്ടാകുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസകോശം ഈ സ്പോഞ്ച് പോലെയാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശം നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊന്തി കിടക്കുകയാണ് ചെയ്യുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഗാഠനിദ്രയിലായിരുന്നപ്പോൾ ഒരു ദുർഗന്ധം വരുമോ അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഉണരുമോ? തീർച്ചയായിട്ടും ഇല്ല. ഒരു അമേരിക്കയിലോട്ട് പഠനം നടത്തി നോക്കി നിങ്ങൾ ഒരു ഗാഠനിദ്രയിലായ മനുഷ്യനെ എങ്ങനെയൊക്കെ ഉണർത്താമെന്ന്. അപ്പം ദുർഗന്ധം ഉള്ള ഒരു വസ്തു കൊണ്ടുവച്ചപ്പോഴും ഒരു നല്ല സുഗന്ധമുള്ള ഒരു വസ്തു കൊണ്ട് വെച്ചപ്പോഴും അവർ ആ ഗാഠനിദ്രയിൽ ഉണർന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു സ്മെല്ലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എണീപ്പിക്കാവുന്നതാണ്. പക്ഷെ സ്മെല്ല് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ആ വ്യക്തിയെ എണീപ്പിക്കാൻ പറ്റത്തില്ല. ഇൻട്രസ്റ്റിംഗ് കാര്യം, നമ്മൾ ഒരായുസ്സിൽ 1,60,000 കിലോമീറ്റർ നടക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് ഒരു ലോകം നമുക്ക് ചുറ്റി വരാൻ പറ്റുന്ന അത്രത്തോളം നമ്മൾ ഒരായുസ്സിൽ നടക്കുമെന്നാണ്. നിങ്ങൾ ഒരാളെ ചുണ്ടോട് ചുണ്ട് വെച്ച് ചുംബിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്നറിയോ? ആ സമയത്ത് 8 കോടിയോളം ബാക്ടീരിയ നമ്മുടെ ഒരാളുടെ വായിൽ നിന്ന് മറ്റൊരാളുടെ വായിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആരും ചുംബിക്കാൻ പേടിക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയവും ചീത്ത ബാക്ടീരിയവും ഉണ്ട്. അതിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ചുംബിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളത്തിലൊക്കെ കൈകളൊക്കെ ഒരുപാട് നേരം മുക്കി വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ നമ്മുടെ കൈകളിലൊക്കെ ഒരു ചുളിവ് പോലത്തെ ഒരു പാടുകൾ ഉണ്ടാവില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി കഴിയുമ്പോൾ ഒരു സാധനം എടുക്കണമെങ്കിൽ ഗ്രിപ്പ് വേണമെങ്കിൽ ഈ ചുളിവുകൾ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ചുളിവുകൾ ഇല്ലെങ്കിൽ നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഊർന്ന് താഴെ പോകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കണ്ണ് ചിമ്മുന്നതിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. നമ്മുടെ സ്ത്രീകളാണെങ്കിൽ 18 മുതൽ 20 തവണയാണ് ഒരു മിനിറ്റിൽ കണ്ണ് ചിമ്മുന്നതെങ്കിൽ പുരുഷന്മാർ അത് 11 മുതൽ 12 തവണയായിരിക്കും കണ്ണ് ചിമ്മുക. അതുപോലെ തന്നെ പുരുഷന് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുകൾ കുറവാണ് സ്ത്രീകളെ അപേക്ഷിച്ച്. ഇപ്പോൾ ഒരേ ഷെയ്ഡിലുള്ള 2 നിറങ്ങൾ നമ്മൾ പുരുഷന്മാരെ കാണിക്കുകയാണെങ്കിൽ അത് സ്ത്രീകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. പുരുഷന്മാർക്ക് ആ ഷെയ്ഡ് കണ്ടുപിടിക്കാൻ വളരെയധികം ടൈം എടുക്കുകയും ചെയ്യും. അപ്പം പുരുഷന്മാരെക്കാളും നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ് കൂടുതൽ. നമുക്ക് രോമാഞ്ചമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൈകളിലൊക്കെ ഇങ്ങനെ ഓരോ രോമാഞ്ചം ഇങ്ങനെ പൊങ്ങി വരത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാകുന്ന സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തെ അഡ്രിനാലിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു രോമാഞ്ചം ഉണ്ടാകുന്നത്. ശരീരത്തെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്